എനിക്ക് അതാണ് ഇഷ്ടം. എല്ലാരും എന്നെ അമ്മ വിളിക്കാം. അതെ അതെ 10 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് അമ്പലത്തിൽ വെച്ചിട്ടേ. 17 കുട്ടികളുണ്ടായിരുന്നു എനിക്ക്. എല്ലാരും ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവർക്ക് ഇങ്ങനെ പാവപ്പെട്ടവരുടെ മക്കളെ രാവിലെ അന്നൊന്നും ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുറെ കൊല്ലങ്ങളൊക്കെ 97 വയസ്സ്, അന്നൊക്കെ 52 വയസ്സില്. അപ്പൊ അമ്പലത്തിൽ പോയി ഈ രാവിലെ ഇത്തിരി വെള്ളച്ചോറ് കൊടുക്കും കുട്ടികൾക്ക്. പിന്നെ അവര് വികൃതി കാട്ടല്ലേ അമ്പലമുറ്റത്തൊക്കെ. അപ്പൊ ഒരു ദിവസം പന്ത് കളിച്ചപ്പോ ഈ നമ്പൂതിരി തലയിൽ വെക്കൊണ്ടു വിക്കറ്റ് പന്ത് മുഴച്ചു. അപ്പൊ ബഹളം വെച്ചിട്ട് ഞാൻ ഈ മാലയും കൊണ്ട് ചെല്ലുമ്പോ ഒരു മാല തലേസം കെട്ടി കൊടുക്കും ചെയ്തൊക്കെ. 5 മണിക്കൊന്നൊക്കെ എണീക്കാൻ വയ്യല്ല. അപ്പം അത് കൊണ്ടുവന്നപ്പോ ബഹളം എന്താ ചോദിച്ചപ്പോ പന്ത് കളിച്ച് എന്റെ തല കൊണ്ടല്ലേ മുളച്ചിരിക്കുന്നത്, ഞാൻ പന്ത് കൊടുക്കില്ല. അപ്പൊ അദ്ദേഹം കെട്ടിലേക്ക് പമ്പിടാൻ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എന്റെ കയ്യിൽ തരൂ. ഞാൻ പാവപ്പെട്ട കുട്ടികളല്ലേ, എന്തെങ്കിലും 2 അക്ഷരം പറഞ്ഞു കൊടുക്കാം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓലക്കെട്ടിൽ ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പുസ്തകങ്ങളും ഒക്കെ പഠിച്ചിരുന്നു. അതൊക്കെ കുട്ടികളെ കുറിച്ച് അറിവൊക്കെ കൊടുക്കാൻ അങ്ങനെ തുടങ്ങിയതായിരുന്നു. പിന്നെ അതങ്ങോട്ട് വലുതായി വലിയൊരു ഗീത മത്സരമൊക്കെ ഉണ്ടല്ലോ ചിന്മയിൽ, അതിൽ ഗീത പഠിപ്പിച്ചു, കറുനാരായണി ഒക്കെ പഠിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും അത് ഒരു ഇഷ്ടമായി. രക്ഷിതാക്കളൊക്കെ വന്നു, വലിയ വലിയ ആളിലൊക്കെ വന്ന് കമ്മിറ്റി ഉണ്ടാക്കി. അമ്പലപ്പോ ചെമ്പടിച്ച് എല്ലാം പിത്തളക്കെട്ടിന്റെ വാതിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് സ്വർണ്ണ അമ്പലം. അപ്പോഴേക്ക് 10 കൊല്ലം അങ്ങനെ കഴിഞ്ഞപ്പോ ചെറിയ മകൾക്ക് സുഖമില്ലാണ്ട് ഇവിടേക്ക് വരുത്തി ഓടി വന്നു. 2 ദിവസമുണ്ട്. പിന്നെ തൃശ്ശൂർ ഐസ് നടക്കുന്ന അതിന്റെ തട്ടുകത്തായിരുന്നു. പിന്നെ ഇവിടെ ഇരുന്നതായി എഴുതിയതൊക്കെ. ആദ്യം മനസ്സ് റിലാക്സ് വെച്ചിട്ട് സുഖബോധാനന്ദ സ്വാമിയുടെ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഗ്രഹദീപം എന്ന് പറഞ്ഞ ബുക്ക് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതൊക്കെ ഒക്കെ ഇവിടെ HNC-യിൽ കിട്ടുക. HNC-യിൽ 3 ബുക്ക് കിട്ടും. ഗ്രഹദീപവും കിട്ടും, നവരാത്രി എന്ന് പറഞ്ഞ ബുക്ക്, പിന്നെ രമണ മഹർഷിയുടെ മറിഞ്ഞിരിക്കുന്ന മഹാശക്തി, 3 പുസ്തകം മാതൃഭൂമിയില് രമണ മഹർഷിയുടെ ജീവചരിത്രം, പിന്നെ രമണ മഹർഷി രമണ സന്നിധിയിൽ എന്നൊരു ബുക്ക് കിട്ടും മാതൃഭൂമിയില്. ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ല അല്ലേ ബുക്കുകള്? ഇവിടെ ഉണ്ടാകുമ്പോഴേക്ക് എല്ലാവരും കൊണ്ടുപോകണം. ഞാൻ പിന്നെ അങ്ങനെ പുസ്തകം വെക്കില്ല. അല്ല, ലളിതാ സഹസ്രനാമം ഇവിടെ ഉണ്ട്, അത് തരാമെന്ന്. ലളിതാ സഹസ്രനാമം വിഷ്ണു അതുണ്ട്. ഞാൻ പിന്നെ എനിക്കറിയില്ലല്ലോ നിങ്ങൾ ഞാൻ എടുത്തു വയ്ക്കായിരുന്നു. ഭൂമിയിൽ 2 ബുക്കുണ്ട്. രമണ മഹർഷിയുടെ ജീവചരിത്രം, അതൊരു ഗൈഡ് പോലെ. നമുക്ക് ആ ബുക്ക് വായിച്ചാല് അവിടെ ചെന്നാൽ ഇതുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെത്താനെ എഴുതിയുണ്ടാക്കി. എനിക്ക് ഹസ്ബൻഡ് മരിച്ചപ്പോ ഒരു വല്ലാത്ത ശൂന്യതയായി. 18 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഒന്നിച്ച് എല്ലാം അദ്ദേഹമായിരുന്നു ചെയ്തിരുന്നത്. എനിക്ക് ഇങ്ങനെ ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, 8 വരെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഭഗവാന്റെ സർവകലാശാലയെല്ലാം പിന്നെ പഠിച്ച് കുറെ കഷ്ടപ്പാടും കുറെ ദുഃഖങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടാവില്ല. അത് ഓരോന്നും ഓരോ പാടല്ലേ. അപ്പൊ അതിന്റെ പിന്നിൽ ഇങ്ങനെ സഹായം വന്നുകൊണ്ടിരുന്നു. അതാണ്. പിന്നെ 14 വയസ്സായപ്പോ ദർശനം കിട്ടി. ഏറ്റവും ശരിക്ക് ദീപാരാധന സമയത്ത് കണ്ടു.
ആ ഉച്ചപൂജയ്ക്ക് എവിടെ ഏതമ്പലത്തിലായിരുന്നു അമ്മേ? ഗുരു ഗുരുവായൂരാ? ഗുരുവായൂരല്ല, ഞങ്ങൾക്കൊരു അമ്പലം അവിടെ പൂമുള്ളി മനകെട്ടുണ്ട്. ഉണ്ട്. അവരുടെ ഒരു അമ്പലത്തില് ഞങ്ങൾക്ക് പരമ്പരയായിട്ട് കഴകുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഒരു 14 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്ക് 15 കഴിഞ്ഞിട്ടില്ല. അപ്പൊ കണ്ടത് തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഭയങ്കര പേടിയായി. ഏത് രൂപത്തിലാണ് അമ്മേ കണ്ടത്? ഏത് രൂപത്തിലാണ് കണ്ടത്? ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പന്റെ ഒരു അലങ്കാരം ആ രൂപത്തിലാണ് കണ്ടത്. ആ, വാ. അത് ഞാൻ ഇങ്ങനെ പിന്നെയും നോക്കിയപ്പോ അങ്ങോട്ട് ചിരിച്ചു. അത് ആ ചിരിയോട് ഞാൻ നെഞ്ഞൊക്കെ അടിച്ച് എനിക്ക് ബോധമില്ലാത്ത പോലെ ഞാൻ എവിടെ വീണെന്നറിയില്ല. ശ്രീകോവിലില പുറത്താ കണ്ടത്? ശ്രീകോവിലിനകത്താണോ? അപ്പുറത്ത് ദീപാരാധന നടക്കണോ, അതിന് കുറച്ച് ഇപ്പുറത്തായിട്ട് വേറെ ഇട്ടാണ് കണ്ടത്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഉള്ളിൽ എല്ലാവരും തൊഴുന്നുണ്ട്. ഞാൻ അന്ന് മേക്കഴിയിട്ടില്ല. ഇപ്പൊ ഞാൻ വെടിക്കല്ല് പിടിച്ച് നിൽക്കുമ്പോഴാണ് അത് കണ്ടത്. അത് കണ്ടതോട് കൂടിയിട്ട് ശരിക്കും എനിക്കൊരു ബോധമില്ല, എങ്ങനെയാണെന്നറിയില്ല. അടുത്തൊരു 200 അടിയുണ്ട്, 1 മീറ്റർ പോയാൽ ഞങ്ങളുടെ തറവാട്ടായി. ആരാ എന്നെ അവിടെ പിടിച്ചുകൊണ്ട് കിടത്തിയെന്ന് മുകളില് മുറിയിൽ കൊണ്ടുപോയിട്ട് കട്ടിലിൽ ഞാൻ കിടന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ണാൻ ചെല്ലാതെ എല്ലാവരും നോക്കി. അതുവരെ കുറേയും കൂട്ടുകൂടും വേണം നോക്കി. വലിയ തറവാടല്ലേ, വല്യമ്മ ചെറിയ മാമായിമാരും മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ആരും അങ്ങനെ ഒരാളെ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഉണ്ണാനായി എന്നെ കാണാൻ പോകുന്ന നോക്കുമ്പോ ഞാൻ അങ്ങനെ കിടക്ക, വിളിച്ചിട്ട് ഉണരുന്നില്ല. അങ്ങനെ ഒരു 5 ദിവസം കിടക്കും. പിന്നെ പറയായി കുറേ ദിവസം നീ കണ്ടിട്ട് പേടിച്ച് കോർപ്പിച്ചു. പിന്നെയാണ് അതിന്റെ മഹിമയൊക്കെ ശരിക്കും എനിക്കത് മനസ്സിലായത്. 70 വയസ്സിൽ ഞാൻ തിരുവാചകം ട്രാൻസ്ലേറ്റ് ചെയ്തു തമിഴിന്ന്. അപ്പോ തിരുവാചകം മാണിക്യവാചകരുടെ. അപ്പൊ ഈ തിരുവാചകം പിന്നെ തർജ്ജമ ചെയ്യുമ്പോഴത്തെ ആദ്യത്തെ വാക്കിന്റെ ചന്തം ആട്കൊള്ളാണ്. ഭഗവാൻ ആട്കൊള്ളാന്നാണ് തമിഴിൽ പറയാ. നമ്മളുടെ ഭാഷയിൽ അത് തർജ്ജമ ചെയ്യുമ്പോ അധീനപ്പെടുത്ത. എനിക്ക് കിട്ടിയ വാക്ക് അധീനപ്പെടുത്ത. ഞാൻ തമിഴ് അധികം പഠിച്ചിട്ടൊന്നുമില്ല, അക്ഷരേ പഠിച്ചിട്ടുള്ളൂ. ഒരു ആൾക്കാള് തമിഴ് അറിയാതെ കവിയായിട്ട് അവർക്ക് കൂട്ടുകാരില്ലേ, ഒരു വലിയ വക്കീലിന്റെ മകളായിരുന്നു. ഈ 2 കുട്ടികളെ ഇപ്പോ ഭർത്താവിന്റെ വീട്ടുകാർ ഒത്തിരി ആരോഗ്യമൊക്കെ ആയി. ഇവരുടെ ജാതക ദോഷാച്ചിട്ട് അപ്പൊ അച്ഛൻ പോയിക്കൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരുപാട് തമിഴ് ബുക്ക് വരുമോടെ. നമുക്കന്നൊരു മാതൃഭൂമി വേറൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി തമിഴിൽ കുറച്ച് ആ തമിഴ് അക്ഷരങ്ങൾ പഠിച്ചു. അവര് പഠിപ്പിച്ചിരുന്നു. പിന്നെ അവരെന്നോട് തർജ്ജമ ചെയ്യാൻ പഠിപ്പിച്ചു. അപ്പൊ ഈ കൃഷ്ണകാന്തന്റെ അങ്ങനത്തൊക്കെയാണ് ചെയ്യാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അച്ഛൻ ഇല്ലാതെ വക്കീലായിരുന്നു അച്ഛൻ. വലിയ തറവാട്ടിലെ റിസീവറും കുരുവമ്പലം മാനേജിങ് ട്രസ്റ്റിയൊക്കെ. പിന്നെ ഒരു കയ്യില് പക്ഷവാതം പോലെ വന്നു അച്ഛന്. പിന്നെ വക്കീലല്ലേ, കോടതി പോകാൻ വയ്യാതെ രാജ്യത്തിൽ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കാലത്ത്. അങ്ങനെ കുറേ കഷ്ടമെത്തും. എൻ്റെ താഴെ 3 അനിയന്മാര്. പിന്നെ എന്നെ 18 വയസ്സായി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. അത് അച്ഛനെ അറിയുന്നതല്ല, അച്ഛൻ്റെ മകളെന്നുള്ള യോഗ്യതയായിരുന്നു. കല്യാണം കഴിഞ്ഞു. അപ്പൊ ഈ അനിയന്മാരൊക്കെ അവിടെ വന്നിട്ടാണ് പഠിച്ചത്. എൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെല്ലാവരും ഒക്കെ നല്ല പഠിപ്പൊക്കെ. കോഴിക്കോട്ട് അതുകൊണ്ട് വീട്ടിലിരുന്ന് പോയി പഠിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരാൻ. അങ്ങനെ എല്ലാവരും പഠിച്ച് എല്ലാവരും നല്ല ജോലിയായി ബോംബെയില്. അവരൊക്കെ നല്ല നിലയിലാണ്. ഒരാളുടെ മകൾ ഡോക്ടറാണ്, അയ്യമ്മയുടെ പ്രസിഡന്റാണ്, ശോഭൻ ലക്ഷ്മി. പിന്നെ അന്നേരം ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെയുണ്ട്, മുരുകനഗർ വയ്യപ്പനേക്കാളും വയ്യാതെ. കുടുംബ ജീവിതകാലത്തൊക്കെ ഈ ദർശനം അമ്മയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ കുടുംബമായിട്ട് ജീവിക്കൂലേ മക്കളൊക്കെ, ഈ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന കാലത്ത് ഈ ദർശനത്തിനെ പറ്റി ഞാൻ ആരോടും 95 വയസ്സ് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരാ അതിനോട് അങ്ങനെ പറഞ്ഞിരുന്നേ? അങ്ങനെ പറയാൻ പാടില്ലാണ്. ആരോ ഒരു ശക്തി പറയരുതെന്ന്. അതെ, അത് കാരണം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ 95 കഴിഞ്ഞപ്പോ പരമാചാര്യരുടെ ദൈവത്തിന് കൂടുതൽ 7 ഭാഗമുണ്ട്. അത് ഞാൻ തർജ്ജമ ചെയ്തു.
അതാണ് ഗുരുവായൂരപ്പ മാസികയില് ആ, ഇടുന്നുണ്ട്. അദ്വൈതം, അദ്വൈത സാധന, പിന്നെ ശ്രീ ഗുരുഭ്യോ നമ, കാഞ്ചി കാമാക്ഷി, പിന്നെ ശ്രീ ശങ്കര ചരിതം, അങ്ങനെ കുറേ അത്രയ്ക്ക് എനിക്കറിയില്ല. അതെല്ലാം തർജ്ജമ ചെയ്തു. അപ്പൊ തമിഴിൽ നിന്നാണ് അമ്മ, തമിഴിൽ നിന്നാണ് തർജ്ജമ ചെയ്തത്. തമിഴ്ന്ന് ആ. തമിഴിലുണ്ട്. ബുക്കൊക്കെ ഫ്രീ ആയിട്ട് വന്നിട്ട് രക്ഷപ്പെട്ടതാണ്. ശൃംഗേരിന്ന് ശങ്കരാചാര്യരുടെ കംപ്ലീറ്റ് വർഷം കിട്ടി. ശൃംഗേരി മനസ്സിലാണ്. അതെന്താ വെച്ചാൽ തമിഴും സംസ്കൃതം ശ്ലോകം ഉണ്ടാവും, തമിഴും ഉണ്ടാവും. അപ്പൊ വേറെ ആർക്കൊന്നും ഈ തമിഴ് എല്ലാവർക്കും ആദ്യത്തെ പുച്ഛായിരുന്നു. ശരിക്ക് തമിഴ് ഭാഷയോട് ശരിക്ക് മലയാളിക്ക്. രമണ മഹർഷിയുടെ അത് വന്നത് ഒരാൾ ഇംഗ്ലീഷിൽ എഴുതി, പക്ഷെ അതല്ല, ഈ ഞാൻ തമിഴിൽ എഴുതിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതാണ് അച്ചടിച്ചു വന്നത്. ഇപ്പൊ അമ്മ തമിഴിൽ എഴുതിയ തമിഴ് മലയാളത്തിലാണ്. മലയാളത്തില്. ഇപ്പൊ രമണ മഹർഷി എന്ന് പറഞ്ഞ ആളെ ഈ കേരളം അറിഞ്ഞത് 2003 രമണാമൃതം, ഭജനാമൃതം, അതൊക്കെ DC ബുക്സിൽ കിട്ടും. ഭജനാമൃതം, രമണാമൃതം, വേദമതം, അത് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ ഇതുണ്ടല്ലേ ധർമാചാര്യരുടെ. അപ്പൊ തിരുവാരിപ്പണിക്ക് വന്നതാണ് ചിലത്. രമണ മഹർഷിയുടെ വന്നിട്ടില്ല തിരുവാരിപ്പണിക്ക്. ഇത്രയൊക്കെ എനിക്ക് 8ാം ക്ലാസ്സുകാരി എഴുതിയെന്ന്. പിന്നെ ഞാനിങ്ങനെ ഒത്തിരി അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ കവിതയൊക്കെ എഴുതും. മാസികക്കാരത്തും അങ്ങനെ ചോദിക്കും. അല്ലാണ്ട് പണത്തിലുള്ള എഴുത്തുണ്ടായിട്ടില്ല. പിന്നെ ഇവരൊക്കെ മൂകാംബിക സപ്ലിമെന്റിലേക്ക് മാതൃഭൂമിയിലെ ചിലർ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരൊക്കെ കുറച്ചെന്തെങ്കിലും തരും. പണമല്ല പ്രധാനം, അറിവ് കൊടുക്കുക. എനിക്കിങ്ങനെ കിട്ടിയ അറിവ് പണം കൊടുത്ത് വാങ്ങിയതല്ല, ഉള്ളിൽ നിന്ന് കിട്ടിയത്. പിന്നെ പണ്ട് ഈ ഓലക്കെട്ടില് ഓലച്ചുവരിയുണ്ട്, അതിലാണത് എഴുതി തരിക. ആദ്യം ഗണാഷ്ടകം എഴുതും, പിന്നെ മുഖനാഷ്ടകം എഴുതും, പിന്നെ അങ്ങനെ 16 അഷ്ടകം ആദ്യം പഠിപ്പിക്കും. ആ 16 അഷ്ടകവും പഠിപ്പിച്ചിട്ടാണ് അപ്പോഴേക്കും നമുക്ക് ഉച്ചാരണ ശുദ്ധി കിട്ടും. പിന്നെയാണ് അവര് വാക്യം, മടിവാക്യം, കടൽപ്പേര് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിക്കും. പിന്നെ മരകോശങ്ങനെ കാണാത്തതെല്ലാം പഠിപ്പിക്കും. അത്രയൊക്കെ ഉള്ളു അന്ന്. അല്ലാണ്ട് സംസ്കൃതത്തിൽ ഭാഷ പഠിപ്പിക്കണം. ഇതൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴാണ്. ഒരു 3-4 കൊല്ലം എല്ലാവരും വീട്ടില് അതിലൊരു പുറത്ത് ചുറ്റി വന്ന് ആശാനോട് ഇരിക്കും. നമ്മൾ വല്ല സദ്യക്കൊക്കെ ഉള്ള പാർട്ടിയുടെ മുകളിലൊക്കെയാണ് വെച്ച് അങ്ങനെയൊക്കെ. അതൊക്കെ നല്ല സ്മരണയാണ്. അതിപ്പോ മാതൃഭൂമിയിൽ എന്നെ പറ്റിയാലോ എന്തൊക്കെ എഴുതി ഒരു ഹരിദാസ് പറഞ്ഞത്. അപ്പൊ ഇവിടെ അടുത്തൊരു സ്കൂൾ, വിവേകോദയ സ്കൂളുണ്ട് ഇവിടെ അടുത്ത. ആ കുട്ടികൾക്ക് ഒരു ഇന്റർവ്യൂവിന് വന്നു. അതായത് എന്നെ പറ്റി എഴുതിയിട്ട് ഇത്ര അടുത്ത് നിന്നിട്ട് ആരാവും രാഷ്ട്രീയക്കാരാവും കുട്ടികളോട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വന്നു. ഈ കുട്ടികളെ ആദ്യം ചോദിച്ചത് സാധാരണ ചോദിക്കുന്ന ചോദ്യമല്ല, ചെറിയ കുട്ടികളല്ലേ, 7-8 പഠിക്കുന്ന. അമ്മ എങ്ങനെയാ പഠിച്ചതെന്നാ ചോദിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്തൊക്കെ കുട്ടികളോട് പറഞ്ഞു. അവര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു പഠിപ്പ്. ആ കാലത്ത് അങ്ങനെയായിരുന്നു. പിന്നെ വല്യമ്മാവ ഉണ്ടായിരുന്നു, പൂനമിലെ സ്കൂളിലെ ഹെഡ്മാസ്റ്ററൊക്കെ പരമാചാര്യരെയൊക്കെ ഉണ്ടാവാണ്. അപ്പൊ അദ്ദേഹത്തിന് നിന്ന് കുറെ അറിവ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം തമിഴ് നല്ലോണം അറിയായിരുന്നു. പിന്നെ ലളിതാ സഹസ്രനാമം നാവുകൊണ്ട് ഉച്ചരിക്കില്ല, നോക്കി വായിക്കും. അങ്ങനെയൊക്കെ ലളിതാ സഹസ്രനാമം ഞാൻ തരാട്ട, അതിൻ്റെ ഒരു കോപ്പി. പിന്നെ സൗന്ദര്യലഹരി കിട്ടിയിട്ടുണ്ട്, കയ്യില് വാങ്ങിയതുണ്ട്, വാങ്ങിയ പുസ്തകമാണ്. അത് വാങ്ങാൻ കിട്ടും തോന്നില്ല, അത് ഞാൻ നോക്കട്ടെ. അല്ല, സൗന്ദര്യലഹരിയിലെ ആ ശ്ലോകങ്ങളെല്ലാം ആരോ വരെയെന്നറിയില്ലല്ലോ, മുൻകൂട്ടിയിട്ട് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തരായിരുന്നോ. ഞാൻ നോക്കട്ടെ, ഇവിടെ ഉള്ള പുസ്തകം തരാം. എന്താ അമ്മയെ കാണണത് തന്നെ ഒരു പ്രകാശം. ഓമന കുറെ അമ്പലങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, ഒന്നും അറിഞ്ഞൂടാ അമ്മ എനിക്ക്. ഞാൻ സ്വാമിയൊക്കെ കൂടെ കൊണ്ട് എന്നെ ഭഗവാൻ ഇങ്ങനെ ശരിക്കും ഓരോരുത്തരെ പഠിച്ചുകൊണ്ട് ഞാൻ ഇച്ചിരി പേടിച്ച് തന്നെ ഇരിക്കുക. വന്നു നോക്കുമ്പോ അവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാണ്.
അങ്ങനെയുള്ളൊരു അത്ഭുതമാണ്. ആത്മഭാഷണം എങ്ങനെയുണ്ട് ആ പുസ്തകം? ഏ? ആത്മഭാഷണം എന്ന് പറഞ്ഞ പുസ്തകം എങ്ങനെയുണ്ട്? അമ്മ വായിച്ചില്ലേ? അതല്ലേ ആ, അതെ. നന്നായിണ്ട്. നന്നായി. അതെന്താ വെച്ചാൽ ഞാനിങ്ങനെ കുറെ വിദ്യുത്ത് എഴുതി കൃഷ്ണനോട്. ആ, ആ, മറ്റേ അപ്പൊ ഇങ്ങനെ കാണുന്നു കണ്ണന്റെ കമനീയ രൂപം, കേൾക്കുന്നു കണ്ണന്റെ കുടലച്ചയങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കവിതകൾ എഴുതിയിട്ട്. അപ്പൊ മോൻ എഴുതിയത് അതേപോലെ തന്നെ. അതെ, അതെ, അതെ. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത് കൃഷ്ണനും രാധയും കൃഷ്ണനും രാധയും കൂടെയുള്ള സംഭാഷണമായിട്ട്. അതെ, നമ്മുടെ ജീവാത്മാവും പരമാത്മാവും അതെ. തമ്മിലുള്ള അതെ. സംസാരം. പക്ഷെ അവിടേക്കൊക്കെ എത്തുമ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാവാണ്ട് ആ വി- അതെ, ആ, അതാണ് നമുക്കുള്ളത്. അപ്പൊ എന്നെ പറഞ്ഞ എന്നെ ആർക്കും മനസ്സിലാവില്ല, എന്റെ മക്കൾക്കും മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാവില്ല. അതാണ്. അപ്പൊ നീ വന്നെ ആർക്കും മനസ്സിലാവണ്ടെന്നാ ഭഗവാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എനിക്കിങ്ങനെ അമ്മ പറയണത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കാതെ മക്കളാണ്. നിങ്ങൾ നമ്മളൊരു ഗ്രഹസദസ് പോലെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം. അല്ലെങ്കിൽ ഞാനപ്പോ ഈ ഓടത്തുകൂടി ഒന്നും പറയാറില്ല. കല്യാണം കഴിച്ചിട്ടാണ് അവിടുത്തെ 2 അമ്പലം. ഇവിടെ കൃഷ്ണന്റെ അമ്പലം, അവിടെ ശിവന്റെ ഇന്നായിരുന്നു. അപ്പൊ അതിനെ പറ്റിയൊക്കെ ഞാൻ അങ്ങനെ ഓരോ കവിതകൾ എഴുതും. കുട്ടികളെ ഞാൻ തന്നെ കവിത എഴുതി കുട്ടികളെ പഠിപ്പിക്കും. അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. കുട്ടികളായിട്ട് എന്നെ ടീച്ചറെ വിളിക്കില്ല, അമ്മാനെ വിളിക്കില്ല. അപ്പൊ ഈ നിങ്ങളുടെ ഇതായില്ലേ ഈ പേപ്പറിലൊക്കെ ആ, എല്ലാ കുട്ടികളാണ് ഒരുപാട് അഭിപ്രായം. അമ്മയെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതെന്താ അറിവ് പറഞ്ഞതും നമുക്ക് ഒരിക്കലും കുറയില്ല. തീർച്ചയായും. പണം പറഞ്ഞ നമുക്ക് ഒരാൾക്ക് തന്ന ഒരാൾക്ക് നല്ല സുഖമായിട്ടുള്ള കഞ്ഞി കുടിച്ചിട്ട് മതിയില്ലേ നമുക്ക്. അത് നമുക്ക് എല്ലാ വിധം വേണം നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊന്നും ചെയ്യാനില്ല. അമ്മ ഇരിക്കണം, അമ്മേടെ അടുത്തിരിക്കണത് ഒരു സുഖം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ആ വീഡിയോ കണ്ടത്. ഈ മോനെ സ്വാമി, ഞങ്ങള് ഗുരുജീന്നാണ് വിളിക്കണത്. ഈ മോൻ അമ്മേരെ പാദപൂജ ചെയ്തില്ലേ അന്ന്? അന്ന് അമ്മ കരഞ്ഞല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ കൈ വെച്ച്. എന്തായിരുന്നു അങ്ങനെ കരഞ്ഞ ആ വീഡിയോയിലെ? ഭഗവാന്റെ കരുണ വിചാരിച്ച് കരയുന്ന എന്താ ഭഗവാന്റെ കരുണ. ഞാനൊന്നുമല്ലാത്തവര് എന്റെ മുഖത്ത് വന്ന് ഇത്രയാണ് വലിയ മഹാന്മാര് പാദപൂജ ചെയ്യാൻ പറയുന്നെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരാൾ നിൽക്കില്ല. കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞില്ല, ഗുരുജി പറഞ്ഞ പോലെ നമുക്കത് കാണാം, എല്ലാവർക്കും കാണാൻ പറ്റില്ല. അമ്മ എന്താണെന്ന് കണ്ടത്? കണ്ടത് ഞാൻ കണ്ടു, അത് പറയുന്നു. ഗുരുജി വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് ഞാൻ ഫീല് കണ്ടു, ഭഗവാന്റെ മയിൽപീലി കണ്ടു. ഫീല് കണ്ടു. അപ്പൊ ഞാൻ പൊട്ടിക്കരഞ്ഞു. ചെക്കാവരുണ്ടെ കാണില്ലേ, ഒരുപാട് ഇങ്ങനെ കവിതകളൊക്കെ ഓരോന്ന് എഴുതും. കൃഷ്ണന്റെ ധർമ്മല്ല. അപ്പൊ മയിൽപീലി വെച്ച കണ്ണൻ നമസ്കരിക്കും പോലെ അമ്മയ്ക്ക് ഫീൽ ചെയ്തു അല്ലേ? അല്ല, അത് അങ്ങനെ എങ്ങനെ കാണണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലല്ലേ ബന്ധിച്ചിരിക്കുക. നമ്മൾ ഈ പുറത്ത് കാണുന്നത് വെറും ഒത്തിരിയല്ലേ, കണ്ണില് അല്ലേ നമ്മൾ കാണുന്നത് മുഴുവൻ. അറിയാലോ, അനുഭവം അറിയാലോ. എനിക്കൊന്നും അനുഭവം ഇല്ല അമ്മ. അനുഭവം ഉണ്ടാവാൻ അമ്മ ഒന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളെ പോലെ ഉള്ളവരെയൊക്കെ അമ്മയെ പോലെയുള്ള അനുഭവം സിദ്ധിച്ചവർ അനുഗ്രഹിച്ചാൽ മാത്രമേ ആ മറയ്ക്കപ്പുറത്തിരിക്കുന്നതിനെ വെളിപ്പെട്ട് കാണാൻ പറ്റൂ. അങ്ങനെയല്ല, 4 വയസ്സായപ്പോഴേ എന്റെ അമ്മമ്മ പറയേ, നമ്മൾ അടിച്ചെളിക്കാരാണ് അമ്പലത്തിലെ ഭഗവാന്റെ ദാസിമാരെന്ന്. നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല. അടിച്ചെളിക്കാർ എനിക്ക് അത് വേണം ഇത് വേണം പറയാം, എന്താ വേണ്ട അറിഞ്ഞ് ചെയ്യും. അപ്പൊ അതുപോലെ ഗുരുതി വന്നിട്ട് കാലില് നമസ്കരിക്കുമ്പോ ഞാൻ തീരെ ശരിക്കും കണ്ടു. അതെനിക്ക് പക്ഷേ എനിക്ക് അത് പറയാൻ പറ്റില്ല. ഞാൻ പൊട്ടിക്കഴിഞ്ഞു. ആ കാരുണ്യം ഓർത്തിട്ട് അത് നമ്മുടെ അനുഭവം നമുക്ക് മാത്രമേ കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടില്ല. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ പലരും വിചാരിച്ച് വിറ്റിത്താൻ പറയാണ്, അല്ലെങ്കിൽ ഇത്തിരി അധികം പറഞ്ഞ പറയും ആത്മപ്രശംസ ചെയ്യാന്ന്. അങ്ങനെയൊന്നും ഈ ഇരിക്കണ ആരും വിചാരിക്കൂല. ഞങ്ങളിതൊക്കെ 5 വയസ്സ് വരെ ഞാൻ എന്റെ ദർശനം കിട്ടിയ ഒരാളോട് അങ്ങനെ പറയരുതെന്ന് പരമാചാര്യരുടെ ഉല്ലേഖനത്തിൽ എഴുതിയിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ പറയും, ഇപ്പൊ 97 കഴിഞ്ഞു. ഇനിയിപ്പോ ഒരാൾ ഇത്ര ഇരിക്കുന്ന അറിയില്ല. ഇപ്പൊ
ഓരോന്നിങ്ങനെ പറയാതെ എഴുതി തരുന്നത് ഈ തമിഴ് എനിക്ക് അറിയാത്തോണ്ട് അതിന് തർജ്ജമ ചെയ്ത് തരില്ലാരും. ഒരുപാട് നല്ല കാര്യമുണ്ട് തമിഴില്. അതിന്റെ ആഗ്രഹദീപത്തിൽ അങ്ങനെയാണ്. ഇനി മതി. സന്തോഷം. സന്തോഷം. அன்பம் சிவமும் இரண்டன் பாலறிவிலார் அன்பு சிவமாவது யாரும் அறிகிறார் அன்பே சிவமாவது யாரும் அருந்த பின் அன்பே சிவமாய் அவன் திகுந்தாரே. ഒരു നാളിൽ ഞാനെൻ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും. ഒരു നാളിൽ ഞാനെൻ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും. ഓമനച്ചുണ്ടുകളിൽ ഓടക്കുഴലുമായി ആരോമൽ കണ്ണനൻ മുന്നിൽ വരും. ഓമനച്ചുണ്ടുകളിൽ ഓടക്കുഴലുമായി ആരോമൽ കണ്ണനൻ മുന്നിൽ വരും. ഒരു നാളിൽ ഞാനെൻ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും. അന്നെൻ്റെ ജന്മം സഫലമാകും, അന്നു ഞാൻ ആനന്ദ മഗ്നയാകും. അന്നെൻ്റെ ജന്മം സഫലമാകും, അന്നു ഞാൻ ആനന്ദ മഗ്നയാകും. ഉന്മത്ത ഭക്തി തൻ ഉത്തുംഗ സീമയിൽ നിന്നു ഞാൻ ആനന്ദ നൃത്തമാടും. ഉന്മത്ത ഭക്തി തൻ ഉത്തുംഗ സീമയിൽ നിന്നു ഞാൻ ആനന്ദ നൃത്തമാടും. ഒരു നാളിൽ ഞാനെൻ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും. ഈ ജീവരാശികൾക്കാധാരമായി ഉള്ളൊരീശനല്ലേ ജഗത് പാലകനേ. ഈ ജീവരാശികൾക്കാധാരമായി ഉള്ളൊരീശനല്ലേ ജഗത് പാലകനേ. ഈശലും കാലവിളംബമെന്നേ ഈശ്വരാ നിന്നെ ഞാൻ കണ്ടിടട്ടെ. ഈശലും കാലവിളംബമെന്നേ ഈശ്വരാ നിന്നെ ഞാൻ കണ്ടിടട്ടെ. ഒരു നാളിൽ ഞാനെൻ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും. ഓമനച്ചുണ്ടുകളിൽ ഓടക്കുഴലുമായി ആരോമൽ കണ്ണനൻ മുന്നിൽ വരും. ഒരു നാളിൽ ഞാനെൻ കണ്ണനെ കാണും, ഒരു ഗാനമാധുരി കേൾക്കും.